നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിൽ ഇനിയുള്ള ഒരാഴ്ച ശീതക്കാറ്റിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കാറ്റാണ് ഈ ആഴ്ചയിൽ ഉണ്ടാകുക. അതിശൈത്യം കണക്കിലെടുത്ത് ഉത്തരാതിർത്തി പ്രവിശ്യകളിലെ സ്കൂൾ സമയങ്ങളിൽ മാറ്റവും ഇതിനോടകം തന്നെ വരുത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. സൗദിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ശീതക്കാറ്റ് ക്രമേണ മധ്യ കിഴക്ക് തെക്ക് പ്രവിശ്യകളിലേക്ക് വ്യാപിക്കും. വ്യാഴാഴ്ച വരെ ശീതക്കാറ്റ് തുടർന്നേക്കാനാണ് സാധ്യത. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ശീതക്കാറ്റാണ് ഈ ആഴ്ച അനുഭവപ്പെടുകയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ശീതക്കാറ്റിന് സാധ്യതയുള്ളതിനായി ഉത്തരാതിർത്തി പ്രവിശ്യയിൽ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ 3 ദിവസം രാവിലെ 9 മണിക്കായിരിക്കും സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കുകയെന്ന് വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചുകൊണ്ട് രംഗത്തേക്കെത്തി. തബൂക്കിലും അടുത്ത വ്യാഴാഴ്ച വരെ രാവിലെ 9 മണിക്കായിരിക്കും സ്കൂളുകൾ പ്രവർത്തിച്ചു തുടങ്ങുക. ഈ ദിവസങ്ങളിൽ രാവിലെയുള്ള സ്കൂൾ അസംബ്ലി ഉണ്ടായിരിക്കുന്നതുമല്ല. തുറൈഫിൽ ഇന്ന് -3 ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തിയത്. ഖുറയാത്തിൽ -1 ഡിഗ്രിയും തബൂക്കിൽ 3 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം കുവൈറ്റിൽ കൊടും ശൈത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത 3 ദിവസങ്ങളിൽ ശൈത്യം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ മരുപ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസും എത്തുന്നതായിരിക്കും. തീരപ്രദേശങ്ങളിൽ ഇത് 4 മുതൽ 2 ഡിഗ്രി വരെയായിരിക്കും. എന്നാൽ രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ താപനില 6 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് ആയി കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അബ്ദുൽ അസീസ് അൽ ഖരാവി മുന്നറിയിപ്പ് നൽകി. ഈ ദിവസങ്ങളിൽ പകൽ സമയത്ത് അന്തരീക്ഷ താപനില മിതമായിരിക്കും. വൈകുന്നേരം ശക്തമായ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.